ഇന്ത്യയിൽ വിവിധ തരം ക്ലൈമറ്റ് ഉണ്ട്. ക്ലൈമറ്റ് എന്നത് ആവറേജ് വെതർ കണ്ടീഷൻസ് ആണ്. ഇത് അളക്കുന്നത് വർഷങ്ങളെടുത്താണ്. എന്നാൽ വെതർ എന്നുള്ളത് ദിവസവുമുള്ള കാലാവസ്ഥയാണ് വെതർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ കാലാവസ്ഥ പൊതുവെ പറയുകയാണെങ്കിൽ മൺസൂൺ ടൈപ്പ് എന്നാണ് പറയുന്നത്. അറബിക് വേർഡായ മൗസിമിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്കിന്റെ ഒറിജിൻ. മൗസിം എന്നാൽ സീസൺ എന്നാണ് അർത്ഥമാക്കുന്നത്. 4 പ്രധാന സീസൺസ് ആണ് ഉള്ളത് ഇന്ത്യയിൽ. ഒന്ന് കോൾഡ് വെതർ സീസൺ, അത് വിന്റർ ആണ്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലഘട്ടമാണ് കോൾഡ് വെതർ സീസൺ. ഈ ഒരു കാലാവസ്ഥയിൽ സൂര്യപ്രകാശം ആ പ്രദേശത്ത് നേരിട്ട് പതിക്കുന്നില്ല. ഇതിന്റെ ഫലമായിട്ട് നോർത്തേൺ ഇന്ത്യയിൽ ടെമ്പറേച്ചർ ലോ ആയിരിക്കും. രണ്ടാമത് ഹോട്ട് വെതർ സീസൺ ആണ്, സമ്മർ. മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലയളവാണ് ഹോട്ട് വെതർ സീസണിൻ്റെത്. ഈ കാലാവസ്ഥയിൽ സൂര്യപ്രകാശം കൂടിയും കുറഞ്ഞും പ്രദേശത്ത് നേരിട്ട് പതിക്കുന്നു. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ഈ കാലാവസ്ഥയിൽ വീശുന്ന കാറ്റാണ് ലൂ. ഇത് വരണ്ടതും ചൂടേറിയതുമായ തരം കാറ്റാണ് ലൂ. അടുത്തത് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ ആണ്, അതായത് റെയിനി സീസൺ ആണ് ഇത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവാണ് ഇത്. അറേബ്യൻ സീയിൽ നിന്നും ബേ ഓഫ് ബംഗാളിൽ നിന്നുള്ള കാറ്റ് കരയിലേക്ക് വീശുന്നതിന്റെ ഫലമാണ് മൺസൂൺ. ഈർപ്പമുള്ള കാറ്റാണ് ഇത്. ഈ കാറ്റ് പർവ്വതങ്ങളിൽ തട്ടിയാണ് മഴ പെയ്യുന്നത്. നാലാമത്തെ സീസൺ ഓഫ് റിട്രീറ്റിംഗ് മൺസൂൺ അഥവാ ഓട്ടം. ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള കാലയളവാണ് ഈ ഒരു കാലാവസ്ഥയുടേത്. അതായത് ഈ കരയിലേക്ക് അടിച്ച മൺസൂൺ കാറ്റ് തിരിച്ച് ബേ ഓഫ് ബംഗാളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന കാലാവസ്ഥയാണിത്. ഇന്ത്യയുടെ സദേൺ പാർട്ടിലുള്ള പ്രധാനമായും തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ കാലാവസ്ഥയിൽ മഴ പെയ്യുന്നത്. ട്രോപ്പിക്കൽ റീജിയനിലാണ് ഇന്ത്യയുടെ സ്ഥാനമുള്ളത്. അതുകൊണ്ട് ഇന്ത്യയിൽ മഴ പെയ്യുന്നതിന് കാരണം മൺസൂൺ കാറ്റാണ്. ഇന്ത്യയിലെ കൃഷി മൺസൂൺ മഴയെ ആശ്രയിച്ചാണ് ചെയ്യുന്നത്. ഒരു പ്രദേശത്തെ ക്ലൈമറ്റിനെ പ്രധാനമായും 4 കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഉണ്ടാവുക. 1 ലൊക്കേഷൻ, സ്ഥാനം. 2 ഓൾട്ടിറ്റ്യൂഡ്, ഉയരം. 3 ഡിസ്റ്റൻസ് ഫ്രം ദ സീ, കടലിൽ നിന്നുള്ള ദൂരം. 4 റിലീഫ്, ഭൂപ്രകൃതി. അതുകൊണ്ട് ഇവയൊക്കെ വ്യത്യാസമായിരിക്കുന്നത് കൊണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഓരോ പ്രദേശത്തും വ്യത്യസ്ത തരം കാലാവസ്ഥയായിരിക്കും. രാജസ്ഥാനിലെ ബിക്കാനീർ, ജയ്സാൽമർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഹോട്ട് ഡെസേർട്ട് ആണ്, അതായത് മരുഭൂമിയാണ്. യൂണിയൻ ടെറിട്ടറീസ് ആയ ലഡാക്കിലെ ദ്രാസിലും കാർഗിലും ഒക്കെ മഞ്ഞുറഞ്ഞ തണുത്ത പ്രദേശങ്ങളാണ്. കോസ്റ്റൽ പ്രദേശങ്ങളായ മുംബൈയിലും കൊൽക്കത്തയിലും മോഡറേറ്റ് ക്ലൈമറ്റ് ആണ്. കൂടുതൽ ചൂടോ തണുപ്പോ ഒന്നും ഇവിടെ അനുഭവപ്പെടുന്നില്ല. കോസ്റ്റിനോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണ് ഉള്ളത്. മേഘാലയയിലെ മൗസിൻറാമിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ മഴ ലഭിക്കുന്നത്. ചില വർഷങ്ങളിൽ രാജസ്ഥാനിലെ ജയ്സാൽമറിൽ മഴയെ ലഭിക്കാറില്ല. നാച്ചുറൽ വെജിറ്റേഷൻ നോക്കുകയാണെങ്കിൽ വിവിധ തരം വൃക്ഷങ്ങള്, കുറ്റിച്ചെടികള്, പുല്ലുകള് തുടങ്ങിയവയെല്ലാം പ്രകൃതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ പ്രദേശത്തും സസ്യജാലങ്ങൾ വളരുന്നത് ക്ലൈമറ്റ് കണ്ടീഷൻസ് അനുസരിച്ചും ലഭിക്കുന്ന മഴയുടെ തോതനുസരിച്ചുമാണ്. സസ്യജാലങ്ങൾ അഥവാ നാച്ചുറൽ വെജിറ്റേഷൻസ് പലതരത്തിലുണ്ട്. ഒന്ന് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇവയുള്ളത്. എവർഗ്രീൻ ഫോറസ്റ്റ് അഥവാ നിത്യഹരിത വനങ്ങളെന്നും ഇവയെ വിളിക്കുന്നുണ്ട്. 2 ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റ്. മൺസൂൺ മേഖലകളിലും 100 മുതൽ 200 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലുമാണ് ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മൺസൂൺ വനങ്ങളെന്നും ഇവ അറിയപ്പെടാറുണ്ട്. അടുത്ത് തോണി ബുഷസ്. വരണ്ട മേഖലകളിൽ കാണപ്പെടുന്നവയാണ് തോണി ബുഷസ്. അടുത്തത് മൗണ്ടൻ വെജിറ്റേഷൻസ്. ഉയരം കൂടിയ മൗണ്ടൻസ് ആ ഏരിയകളിൽ കാണപ്പെടുന്നതാണ് മൗണ്ടൻ വെജിറ്റേഷൻസ്. 5 മാൻഗ്രൂവ് ഫോറസ്റ്റ്. കണ്ടൽ കാടുകൾ എന്ന് പറയും. സലൈൻ വാട്ടറുകൾ അഥവാ ഉപ്പുവെള്ളത്തിന്റെ മേഖലകളിലാണ് ഇത് കൂടുതലായിട്ടും മാൻഗ്രൂവ് ഫോറസ്റ്റ് കണ്ടുവരുന്നത്. വൈ ആർ ഫോറസ്റ്റ് നെസസറി? കാടുകളുടെ ആവശ്യകതയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്സിജനെ പുറത്തേക്ക് വിട്ടുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നത് വനങ്ങളാണ്. മണ്ണൊലിപ്പ് തടയുന്നതും വനങ്ങളാണ്. തടി നൽകുന്നത് വനങ്ങളാണ്. വിറക്, ഔഷധ സസ്യങ്ങള്, തേന്, അരക്ക് തുടങ്ങിയവയെല്ലാം വനങ്ങളാണ് നൽകുന്നത്. വന്യജീവികളുടെ പ്രകൃതിദത്തമായ വാസസ്ഥലം കൂടിയാണ് കാടുകൾ.
മരങ്ങൾ അധികമായി മുറിക്കപ്പെടുന്നുണ്ട്. അവയ്ക്ക് വനമഹോത്സവം പോലെയുള്ള പദ്ധതികളും പ്രോഗ്രാംസുകളും ഒക്കെ നടത്തി കൂടുതൽ ബോധവൽക്കരണം നടത്താറുണ്ട് ജനങ്ങളെ. അടുത്തത് വൈൽഡ് ലൈഫ്. വന്യജീവികളെ നോക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് ജന്തുക്കൾ പലതരത്തിലുള്ള വനത്തിൽ ജീവിക്കുന്നുണ്ട്. പല വർഗത്തിലുള്ള ജന്തുക്കള്, ഉരഗങ്ങൾ, ഉഭയജീവികൾ, സസ്തനികൾ, പക്ഷികൾ, പ്രാണികൾ, പുഴുക്കൾ തുടങ്ങിയവയെല്ലാം കാട്ടിൽ വസിക്കുന്നവയാണ്. ഇവയില് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന കടുവകളുണ്ട്. ഇന്ത്യയുടെ ദേശീയ മൃഗമാണ് കടുവ. ഗുജറാത്തിലെ ഗീർ വനത്തില് സിംഹം, ആന, ഒട്ടകം തുടങ്ങിയവയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പക്ഷികളാലും സമ്പന്നമാണ് ഇന്ത്യ. മയിൽ ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ്. തത്ത, പ്രാവ്, മരംകൊത്തി, വേഴാമ്പൽ തുടങ്ങിയവയൊക്കെ ഇന്ത്യയിലുള്ള പക്ഷി സമ്പത്തിന്റെ ഭാഗമാണ്. വന്യജീവി സംരക്ഷണത്തിനായിട്ട് ലോഞ്ച് ചെയ്ത 2 പദ്ധതികളാണ് പ്രോജക്റ്റ് ടൈഗറും പ്രോജക്റ്റ് എലിഫന്റും തുടങ്ങിയവ. ഇനി വിന്റർ സീസൺ ആകുന്ന സമയത്ത് ചില മൈഗ്രേറ്ററി ബേർഡ്സ് ഇന്ത്യയിലേക്ക് വരാറുണ്ട്. ആർട്ടിക് റീജിയനിൽ നിന്നുമാണ് 8000 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിച്ചുകൊണ്ടാണ് അവ ഇന്ത്യയിലേക്ക് എത്തുന്നത്.